ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാൽക്കോവ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ, 2 പാക്കറ്റ് ചെറിയ കവറ് പാൽപ്പൊടി, നെയ്യ്, സൺഫ്ലവർ ഓയിൽ. ഇത് സെറ്റാക്കാനുള്ള പാത്രം ഇത് നെയ്യും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒരു പാനിൽ എടുത്തിട്ട് വെക്കാം. കുറച്ച് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും. അതിലേക്ക് നമ്മൾ ഈ പൊടി ഇട്ടിട്ടൊന്ന് കലക്കി വെക്കണം, ഒന്ന് റെഡിയാക്കണം. എന്നിട്ടാണ് അടുപ്പത്ത് വെക്കേണ്ടത്. ഇപ്പം ഞാൻ തീ ആക്കിയിട്ടില്ലേ. പിന്നെ പഞ്ചസാര വേണം പൊടിച്ചിട്ട്. ഇതാ മിക്സീൻ്റെ ജാറിൽ ഞാൻ എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്യണം നമുക്ക്. എല്ലാം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അടുപ്പിൽ കത്തിച്ചിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടി നെയ്യും സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതാ നെയ്യും സൺഫ്ലവർ ഓയിലും വെച്ചിട്ട് ഇതെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ തീ കത്തിച്ചിട്ട് വെക്കാം. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഇതിനെ കുറുക്കിയെടുക്കാം. നമുക്ക് വേവിക്കണം ഇതിനെ. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം ആവശ്യത്തിന്. എന്നിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ. നല്ലോണം ഇത് വെന്ത് വരും, നല്ല പതച്ച് റെഡിയായിട്ട് വരും. ഒരുപാട് തീ കൂട്ടി വെക്കാൻ പാടില്ല. എന്നാ പറയണ്ടത്, ചെറിയ തോതിൽ. ഇപ്പോൾ കുറുകി വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര. എന്നിട്ടെല്ലാം കൂടി ഇളക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റായിരുന്നു. എല്ലാം നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ പാൽപ്പൊടിയും കൂടി എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സാക്കി എടുക്കാം. ഇളം ചൂടോടെ തന്നെ നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. കൈയിനെ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം, എന്നിട്ട് മാത്രമേ ശരിയാവൂ. അപ്പോൾ ഇതാ ഗൈസ്, ഇപ്പം ഏകദേശം കുറച്ച് ചൂട് തണിഞ്ഞ പോലെ ഉണ്ട്, കൈയിനെ കൊണ്ട് തൊടാനുള്ള പാകത്തിന്. അപ്പോൾ ഞാനിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുന്നതാണ്. ഇതാ ഇങ്ങനെ കുഴച്ചെടുക്കണം അടിപൊളിയായിട്ട്, ഉരുട്ടിയെടുക്കണം. എന്നിട്ടിങ്ങനെ നല്ല മയപ്പെടുത്തിയിട്ട്, അതാണ് ഇതിൻ്റെ പാകം. ഇതാ കണ്ട, ഇപ്പം ഏകദേശം നല്ല സോഫ്റ്റായ പോലെ ആയില്ലേ. ഇളം ചൂടോടെ വേണം ചെയ്യാൻ. അധികം തണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ചെയ്യാൻ പറ്റൂല നമുക്ക്. അപ്പോൾ കണ്ട, ഇതാ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. കണ്ട, എന്താ ഏകദേശം ഉരുട്ടി റെഡിയായി വന്ന് കണ്ട, ഇതാ ഇങ്ങനെ വരണം. ഇതാണ് പാൽക്കോവേൻ്റെ പരുവം. കണ്ട, ഇതാ നല്ല ഉരുട്ടി വന്നില്ലേ. ഇങ്ങനെ വരണം. അങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം അങ്ങനെ ആവാൻ, ഇല്ലെങ്കിൽ ആവില്ല. അപ്പോൾ ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റെഡിയാക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഗൈസ്, പാൽക്കോവ സെറ്റാക്കാൻ വേണ്ടി ഞാനിത് ഈ പാത്രത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇത് കട്ടിയാവും.
ആ സമയത്ത് വേണം നമുക്ക് മുറിച്ചിട്ടെടുക്കാൻ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇതാ എല്ലാ സ്ഥലത്തും ഒരേ കനത്തിലാവാനാണ് ഇങ്ങനെ ആക്കുന്നത്. ഇതേപോലെ ആവണം. ഇതാ എല്ലാ സ്ഥലത്തും ഒരേ കനത്തിൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഓരോ പീസാക്കി മുറിക്കൂല, അതിന് കണക്കായിട്ട് ബദാമിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പീസ് വെച്ച് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയുണ്ടാവും നമ്മൾ മുറിച്ച് ഇതാക്കുമ്പോൾ. അപ്പം ഞാനത് വെച്ച് കൊടുക്കാം ഓരോ പീസ്. കണ്ടോളേ ഗൈസ്. ഇതേ ഈ ഒരു പീസിന് ഒന്ന് ഇവിടെ വെക്കുക, അടുത്ത പീസിന് ഇവിടെ ഒന്ന് വെക്കുക, അടുത്ത പീസിന് ഇവിടെ ഒന്ന് വെക്കുക. ഇവിടെ അപ്പോൾ 3 പീസായിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇനി അടുത്തതിന് വെക്കുക. ഇങ്ങനെ ഇതന്നെ പരിപാടി. ഇതേപോലെയെല്ലാം ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇപ്പം ഇതാ ഗൈസ്, കണ്ടല്ലോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇതിപ്പം. ഇതിനിപ്പം ഇങ്ങനെ ഞാൻ മുറിച്ച് പീസാക്കും. കുറച്ചൊന്ന് കട്ടയായി കഴിഞ്ഞാൽ ഇതൊന്ന് ഉറക്കണം. അപ്പോൾ എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ പാൽക്കോവ ഇതാ ഇവിടെ റെഡിയായിരിക്കുന്നുണ്ട്. കണ്ട അടിപൊളിയല്ലേ. ഇതാ ഇത് ഞാൻ നിങ്ങൾക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വായിലിട്ട കണ്ട അലിഞ്ഞു പോകുന്ന സൈസ് പാൽക്കോവയാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കോളേ. ഇതാ ഞാൻ അതേപോലെ തന്നെ അവിടെ വെക്കാം. തിന്നു കഴിഞ്ഞാൽ വായിലിട്ട അലിഞ്ഞു പോകുന്ന പോലത്തെ പാൽക്കോവയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. കണ്ട ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്. ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബദാം ഉള്ളതുകൊണ്ട് വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് സാധനം, സൂപ്പർ സാധനമാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കേ, വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് വരാം. ബൈ.